ഇറാനെതിരെ ഇസ്രയേൽ വ്യോമാക്രമണത്തിന് മുതിരുമോ എന്ന ആശങ്കയിലാണ് ലോകം. അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യ വീണ്ടും ചോരക്കളമാകും. ഇസ്രയേൽ ആക്രമിച്ചാൽ യുദ്ധം കനത്തതാകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. യുദ്ധത്തിലേക്ക് നീങ്ങരുതെന്ന അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കപ്പുറത്തേക്ക് നെതന്യാഹു പോയാൽ ലോകരാഷ്ട്രീയം തന്നെ കലങ്ങിമറിയും. ഏപ്രിൽ 1 ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ആക്രമണത്തിന് നിയമാനുസൃതമായ മറുപടിയെന്നാണ് ഇപ്പോഴത്തെ ആക്രമണത്തെക്കുറിച്ച് ഇറാൻ പറയുന്നത്. UN ചാർട്ടറിലെ ആർട്ടിക്കിൾ 51 അനുസരിച്ച് നയതന്ത്ര സ്ഥാപനങ്ങൾ ആക്രമിച്ചാൽ പ്രത്യാക്രമണത്തിന് ഏതു രാജ്യത്തിനും അവകാശമുണ്ട്. ഇസ്രയേലിനെ തിരിച്ചടിക്കാതെ നിൽക്കുകയാണെങ്കിൽ തൽക്കാലം ഇറാൻ ഈ ആക്രമണത്തോടെ അടങ്ങിയിരിക്കാനാണ് സാധ്യത. പക്ഷേ ഇനിയും ആക്രമണത്തിന് മുതിർന്നാൽ ഇറാനിൽ നിന്ന് വലിയ പ്രതികരണമുണ്ടാകുമെന്ന് ഇറാനിന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബാബരി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രയേലിനെ ഇനിയും ആക്രമണത്തിൽ പിന്തുണച്ചാൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുമെന്നും ഇറാൻ ഭീഷണി മുഴക്കി. ഇറാനെതിരെ കൂടുതൽ സൈനിക നടപടികൾ വേണ്ടെന്ന നിലപാടാണ് ബൈഡൻ ഭരണകൂടത്തിനുള്ളത്. ഇക്കാര്യം ബൈഡൻ നെതന്യാഹുവിനെ അറിയിച്ചതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് നെതന്യാഹു അടങ്ങിയിരിക്കുകയാണെങ്കിൽ യുദ്ധഭീതി ഇല്ലാതാകും. സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി നെതന്യാഹു ഇറാനെതിരായ ആക്രമണം തുടർന്നാൽ പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തെ ആകെ ബാധിക്കുന്ന യുദ്ധമായി അത് മാറും. ഇറാനെ പിന്തുണയ്ക്കാൻ റഷ്യയോ ചൈനയോ വടക്കൻ കൊറിയയോ നേരിട്ടെത്തിയാൽ രംഗം മാറും. ഇത് ലോക സാമ്പത്തിക രംഗത്തെ അവതാളത്തിലാക്കും. ഗൾഫ് രാജ്യങ്ങൾ ഇത്തരമൊരു സാഹചര്യം ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും മേൽ GCC രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദം ശക്തമാണ്. 2023 ഒക്ടോബർ 7 മുതൽ തുടങ്ങിയ സംഘർഷങ്ങളുടെ ബാക്കി പത്രമാണിത്. ഗാസയിൽ ഇസ്രയേൽ പ്രതിരോധ സേന നടത്തുന്ന വംശഹത്യ സമാനമായ ആക്രമണങ്ങൾക്കെതിരെയുള്ള പ്രതിരോധമെന്ന നിലയിൽ ഹൂതികളും ഹിസ്ബുള്ളയും ഇസ്രയേലിനെതിരെ പ്രത്യാക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ലെബനീസ് അതിർത്തിയിൽ നിന്നും ചെങ്കടലിൽ നിന്നുമാണ് പ്രധാനമായും ഇസ്രയേൽ ഭീഷണി നേരിടുന്നത്. തങ്ങൾക്കെതിരെ മിഡിൽ ഈസ്റ്റിൽ നിന്നുണ്ടാകുന്ന തിരിച്ചടികൾക്ക് പിന്നിൽ ഇറാനാണെന്നാണ് ഇസ്രയേലിന്റെ തുടക്കം മുതലേയുള്ള ആരോപണം. അമേരിക്കയും മറ്റു പാശ്ചാത്യ സഖ്യകക്ഷികളും ഇക്കാര്യത്തിൽ ഇസ്രയേലിനൊപ്പം നിന്ന് ഇറാനെ കുറ്റപ്പെടുത്തുന്നവരാണ്. മറുഭാഗത്ത് ഇറാൻ ആരോപിക്കുന്നത് അമേരിക്കയും ഇസ്രയേലും UKയും എല്ലാം ചേർന്ന് മിഡിൽ ഈസ്റ്റിൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കുകയാണെന്നാണ്. ലോകത്തിനു മുന്നിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും. തമ്മിലടിപ്പിച്ച് രക്തം കുടിക്കുന്ന വില്ലന്മാരുടെ പരിവേഷമാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങൾക്കുമുള്ളത്. ഇസ്രയേലിനെതിരെ മിസൈൽ, റോക്കറ്റ്, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത് അമേരിക്കയെ അറിയിച്ച ശേഷമാണെന്ന ഇറാന്റെ അമ്പരിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് അമേരിക്കയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചതിന് പിന്നാലെ തങ്ങളാണ് മിക്ക മിസൈലുകളും ഡ്രോണുകളും തകർത്തതെന്ന് അവകാശപ്പെട്ട് അമേരിക്കയും ബ്രിട്ടനും രംഗത്തെത്തിയിരുന്നു. ഈ കപടമുഖമാണ് മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രയേലിനെതിരെ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയും സിറിയയിൽ നിന്ന് ഹൂതികളും നടത്തുന്ന ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്നാണ് ഇസ്രയേലിന്റെ ആരോപണം. ഇതിനു മറുപടിയായാണ് സിറിയയിലെ ഇറാന്റെ കോൺസുലേറ്റ് ഈ മാസം 1 ഇസ്രയേൽ ആക്രമിച്ചത്. ആക്രമണത്തിൽ ഇറാന്റെ ഒരു ജനറൽ ഉൾപ്പെടെ 7 സൈനികോദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനു പ്രതികാരമായിട്ടാണ് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചത്. 110 ബാലിസ്റ്റിക് മിസൈലുകളും 36 ക്രൂസ് മിസൈലുകളും ഡ്രോണുകളുമായി 300 ആയുധങ്ങളാണ് ഇറാൻ ഇസ്രയേലിലേക്ക് തൊടുത്തത്. ഇവയിൽ 6 മിസൈലുകളും 80 ഡ്രോണുകളും പശ്ചിമേഷ്യൻ പ്രദേശത്തുള്ള US സൈന്യവും ബ്രിട്ടീഷ് വ്യോമസേനയും ചേർന്ന് തകർത്തു. ഇറാൻ ആക്രമണത്തിന് ശേഷം അപ്രതീക്ഷിതമായ പ്രതികരണമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഇസ്രയേൽ പ്രസിഡന്റ് ഇസാക് ഹെർസോഗ് പറഞ്ഞത്. ഇസ്രയേൽ തിരിച്ചടിച്ചാൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പിന്തുണ കിട്ടില്ലെന്നും ഏറെക്കുറെ വ്യക്തമായിരുന്നു. പ്രസ്താവന സംയമന ശ്രമങ്ങളുടെ സൂചനയാണെന്നാണ് കണക്കാക്കുന്നത്. ഇസ്രയേൽ തിരിച്ചടിച്ചാൽ പിന്തുണയ്ക്കില്ലെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൺ വ്യക്തമാക്കിയിട്ടുണ്ട്. പോരാട്ടം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രയേൽ അറിയിച്ചതായി US ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നു. ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ ഇസ്രയേലിന് USന്റെയും ബ്രിട്ടന്റെയും പിന്തുണ ആവശ്യമാണ്. അത് നഷ്ടപ്പെടുത്താൻ ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല. ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും റോക്കറ്റ് ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രയേലിന് സംരക്ഷണം നൽകുന്നത് ഈ 2 രാജ്യങ്ങൾ ചേർന്നാണ്.